ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കണം കേട്ടോ. ഇന്ന് ഒരു ചെറിയ അപ്ഡേഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ നഴ്സുമാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ UK ഒരു നഴ്സായിട്ട് വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഓക്കെ, നല്ല വീഡിയോ ആണ് അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നഴ്സുമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK വന്ന് വർക്ക് ചെയ്യണം, ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. NMC പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് OSCE എക്സാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇതൊരു കോമ്പറ്റൻസി ടെസ്റ്റ് ആണ്. ഈ ഒരു NMC പ്രോസസ്സിംഗിൽ നമ്മൾ 2 കോമ്പറ്റൻസി ടെസ്റ്റുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് CBT ആണ്. നമ്മൾ നമ്മുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ CBT എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോമ്പറ്റൻസി ടെസ്റ്റ് ആണ് OSCE എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇത് നമ്മുടെ ക്ലിനിക്കൽ കോമ്പറ്റൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് NMC തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് OSCE എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസും അതുപോലെ നമ്മുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് കെയറും ഒക്കെ ഒരു സിമുലേറ്റഡ് സെറ്റിംഗ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു എക്സാമിൽ നടക്കുന്നത്. ഇതുവഴി അവർ അസസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയറട്ടിക്കൽ ആയിട്ടുള്ള നോളജിനെ നമ്മൾ എങ്ങനെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പം അതുവഴി നമുക്ക് UK സേഫായിട്ട് ക്ലിനിക്കലി പ്രാക്ടീസ്, അതായത് സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കിൽസ് നമുക്കുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു എക്സാമിലൂടെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് NMC പ്രോസസ്സിന്റെ ഫൈനൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്സായി കഴിയുമ്പോൾ നമുക്കൊരു NMC പിന്ന് കിട്ടും. ആ പിന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് UK ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3 അറ്റംപ്റ്റുകളാണ് നമുക്ക് ഈ ഒരു എക്സാമിനുള്ളത്. അതിൽ ഇപ്പം ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും സ്റ്റേഷൻസിൽ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫെയിൽ ആയി കഴിഞ്ഞ സ്റ്റേഷൻസ് മാത്രം നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ ചെയ്താൽ മതി. ഇനി അതിലും നമ്മൾ ഏതെങ്കിലും സ്റ്റേഷൻസിൽ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫെയിൽ ആയ സ്റ്റേഷൻസ് മാത്രം നമ്മൾ വീണ്ടും അറ്റൻഡ് ചെയ്താൽ മതിയോ. ഈ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ OSCEന്റെ ഒരുപാട് വീഡിയോസ് ഒരുപാട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ OSCE എക്സാമിൽ കുറച്ച് ചേഞ്ചസ്, കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് കാൻഡിഡേറ്റ്സിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കുകളും പിന്നെ ഈ UK ക്ലിനിക്കൽ പ്രാക്ടീസിൽ വന്ന ചേഞ്ചസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിൽ ഇത്തരം ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമിനെ കുറച്ചും കൂടെ റിലയബിൾ ആക്കാനും കുറച്ചും കൂടെ ഒതന്റിക് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ചസ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഏരിയകളിലാണ് മെയിനായിട്ടും ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഒന്ന്, സ്റ്റേഷൻ ടൈമിങ്ങുകളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് കുറച്ച് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ, മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ എന്തൊക്കെയാണ് ഈ ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് കാണാം. രണ്ട് സ്റ്റേഷനുകളിലായിട്ടാണ് കേട്ടോ ടൈമിംഗ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബാലൻസ് സ്റ്റേഷനാണ്. അതിൽ 12 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 14 മിനിറ്റ്സ് ആയി കൂട്ടി. പിന്നെ അതുപോലെ MSU സ്റ്റേഷനിലും 8 മിനിറ്റ് എന്നുള്ളത് 12 മിനിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 8 മിനിറ്റിൽ സത്യം പറഞ്ഞാൽ ആ സ്റ്റേഷൻ തീരില്ല. അത്രയും ഹറിബറി ആക്കിയാൽ മാത്രമാണ് ആ സ്റ്റേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12 മിനിറ്റ് എന്നുള്ളത് വളരെ നല്ലൊരു ടൈമിംഗ് ആണ്. അടുത്തതായിട്ട് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ആണ്. പീഡിയാട്രിക് ഏർലി വാർണിംഗ് സിസ്റ്റം, അതായത് PUSന്റെ ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം റീസെൻ്റ്ലി. അപ്പം ആ അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ് ഇനി പീഡിയാട്രിക് OSCEകളിൽ ഉണ്ടായിരിക്കുക. ഇനി മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഒന്ന്, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേഷനിൽ മുമ്പ് നമ്മൾ ഡ്യൂ മെഡിക്കേഷൻസ് കറക്റ്റ് ആൻഡ് സേഫ് ആയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പം ഇനി അത് കറക്റ്റ് ആൻഡ് സേഫ് ആയിട്ട് കൊടുക്കണം, കറക്റ്റ് ഡോസ് ആയിരിക്കണം, എക്സ്പയറി ഡേറ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, അതുപോലെ മെഡിസിൻസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കൂടി അതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്ന വ്യത്യാസം ANTT സ്റ്റേഷനിലാണ്. ഇത്രയും നാളും നമ്മൾ ക്ലീൻ ഹാൻഡ്, ഡേർട്ടി ഹാൻഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഗോസ് സെലൈൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ക്ലീൻ ഹാൻഡിൽ നിന്നും ഡേർട്ടി ഹാൻഡിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും നാളും പറഞ്ഞായിരുന്നു. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഗോസ് സെലൈൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക,
അതിനുശേഷം ക്ലീൻ ടു ഡേറ്റ് ഏരിയയിലേക്ക് സിംഗിൾ സ്ട്രോക്കിൽ ആ വൂണ്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അത്ര മാത്രം ഇനി ആ സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. അടുത്തതായി ബവൽ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമ്മൾ തന്നിരിക്കുന്ന സിനാറിയോ ബേസിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് അതായിരുന്നു ഇത്രയും നാളും നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇനി മുതൽ ഏത് ടൈപ്പ് സ്റ്റൂളാണ് എന്ന് നമ്മൾ അറിയണം. അത് മുൻപത്തേലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്ലാൻ ഓഫ് കെയർ, അതുപോലെ തന്നെ അസസ് ചെയ്യണേണ്ട, അതായത് റീ അസസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അതും നമ്മൾ അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അടുത്തത് IM ഇഞ്ചക്ഷനിൽ 3 കാര്യങ്ങളാണ് ആ സ്റ്റേഷനിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. പണ്ട് ഓൾഡ് ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ ഏപ്രണും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈ ഒരു പ്രൊസീജിയറിൽ ഏപ്രൺ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ സൈറ്റ് ക്ലീൻ ചെയ്യണമായിരുന്നു. ആൽക്കഹോൾ സ്വാബ് വെച്ചിട്ട് 30 സെക്കൻഡ്സ് ക്ലീൻ ചെയ്യണം. ആൻഡ് അത് 30 സെക്കൻഡ്സ് നമ്മൾ വീണ്ടും അത് ഡ്രൈ ആക്കാനായിട്ട് നമ്മൾ അലൗ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയില്ല. നമ്മൾ വെർബലൈസ് ചെയ്യുക ക്ലെൻലിനെസ്, ഇഞ്ചക്ഷൻ സൈറ്റിൻ്റെ ക്ലെൻലിനെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെർബലൈസ് ചെയ്യുക. സൈറ്റ് ക്ലീൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് സൈറ്റ് ക്ലീൻ അല്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 70% സ്വാബ് വെച്ചിട്ട് നമ്മൾ 30 സെക്കൻഡ്സ് ക്ലീൻ ചെയ്യണം. മറ്റൊരു 30 സെക്കൻഡ്സ് അത് ഡ്രൈ ആവാനായിട്ട് നമ്മൾ അലൗ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ IM ഇഞ്ചക്ഷൻ കഴിയുമ്പം പ്ലാസ്റ്റർ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ ഇനി മുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പേഷ്യൻറ്റിന് പ്ലാസ്റ്റർ കൊടുക്കുകയാണെന്ന് വെർബലൈസ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് IV ഫ്ലഷ് ആൻഡ് VIP അസസ്മെൻറ്റിൽ നമ്മൾ മുൻപൊക്കെ കാനുല ഫ്ലഷ് ചെയ്യായിരുന്നു. ഒരു പൾസേറ്റിംഗ് ആക്ഷൻ, പുഷ് പോസ് ടെക്നിക്ക് വെച്ചിട്ട് കാനുല ഫ്ലഷ് ചെയ്യലായിരുന്നു പതിവ്. അപ്പം പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യും വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എക്സ്റ്റൻഷൻ സെറ്റ്, ക്ലിപ്പുള്ള എക്സ്റ്റൻഷൻ സെറ്റ് യൂസ് ചെയ്യണം. അത് പ്രൊസീജിയറിന് മുമ്പ് കാൻഡിഡേറ്റ് തന്നെ അത് അൺലോക്ക് ചെയ്യണം. ആൻഡ് പ്രൊസീജിയർ കഴിയുമ്പം കാൻഡിഡേറ്റ് തന്നെ അത് റീലോക്ക് ചെയ്ത് വെക്കാനായിട്ടും, അതായത് ക്ലിപ്പ് റിലോക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തത് ഓറൽ കെയർ പ്ലാൻ സ്റ്റേഷനിലാണ്. ആദ്യമൊക്കെ നമ്മൾ സ്പെസിഫിക് എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കുന്നത് ആ സിനാറിയോയിൽ അത് റെക്കമെൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ആ സിനാറിയോയ്ക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള 6 ആസ്പെക്ട്സ് ഓഫ് കെയർ നമ്മളവിടെ മിനിമം 6 എണ്ണം നമ്മളവിടെ എഴുതണം. പാർഷ്യൽ ഹാഫ് മാർക്കിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 3 ആസ്പെക്ട്സ് ഓഫ് കെയർ നമ്മൾ ആ സിനാറിയോയ്ക്ക് മെൻഷൻ ചെയ്യണം. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ന് മുതലാണ് ഈ ഒരു അപ്ഡേഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന സെപ്റ്റംബർ 9 തീയതി മുതൽ, അതായത് 9 തീയതി ഒരു മൺഡേ ആണ്, അന്ന് മുതൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതായത് 9 തീയതി മുതൽ. അപ്പോൾ 9 തീയതി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ചേഞ്ചസ് ബാധകമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാം 9 തീയതി മുതലുള്ള ഡേറ്റുകളിലാണ്, സെപ്റ്റംബർ 9 മുതലുള്ള ഡേറ്റുകളിലാണ് നിങ്ങളുടെ എക്സാം കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ മെറ്റീരിയൽസും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസും പിന്നെ അതുപോലെ തന്നെ മാർക്കിംഗ് ക്രൈറ്റീരിയ ഒക്കെ NMC വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും 9 തീയതി കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ ബേസിൽ വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഇനി 9 തീയതിക്ക് മുമ്പ്, അതായത് 8 തീയതി വരെ എക്സാം എഴുതുന്ന, സെപ്റ്റംബർ 8 തീയതി വരെ എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പം ഏത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ ഉള്ളത് അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക.